പുണ്യം നേരും ജന്മങ്ങൾ അണയുന്നു തിരുമുറ്റത്തെന്നും. അറിവിൻ പുണ്യം നേരും ജന്മങ്ങൾ അണയുന്നു തിരുമുറ്റത്തെന്നും. അറിവിൻ സാഗര തീരമതിൽ പുലരി പൊൻപ്രഭ തൂകുമ്പോൾ വരവേൽക്കാം പൂമുത്തുകളെ വരവേൽക്കുന്നു എന്നെന്നും. പട്ടേൽ മെമ്മോറിയൽ അപ്പർ പ്രൈമറി വിദ്യാലയം. പട്ടേൽ മെമ്മോറിയൽ അപ്പർ പ്രൈമറി വിദ്യാലയം. നന്മതൻ പൂക്കളം തീർക്കുവാൻ നമ്മളെല്ലാരും ഒത്തുചേർന്നിടും. കളിയിലൂടറിവു നൽകുന്നൊരോർമ്മകൾ മേയുമീ കമനീയ ഗേഹമാം വിദ്യാലയം. നന്മതൻ പൂക്കളം തീർക്കുവാൻ നമ്മളെല്ലാരും ഒത്തുചേർന്നിടും. കളിയിലൂടറിവു നൽകുന്നൊരോർമ്മകൾ മേയുമീ കമനീയ ഗേഹമാം വിദ്യാലയം. സ്നേഹവർണ്ണങ്ങൾ വിതറി കൂട്ടുകാരൊത്തുകൂടിടാം. നന്മതൻ പൂക്കളിൽ നിന്നറിവിൻ മധു നുകർന്നിടാം. പട്ടേൽ മെമ്മോറിയൽ അപ്പർ പ്രൈമറി വിദ്യാലയം. പട്ടേൽ മെമ്മോറിയൽ അപ്പർ പ്രൈമറി വിദ്യാലയം. സത്യവും ധർമ്മവും കാത്തിടാം. ഭക്തിയും സ്നേഹവുമേകിടാം. ത്യാഗപൂർണമീ ജീവിതത്തിൻ്റെ ജാലകം തുറക്കുന്നു നാം. സത്യവും ധർമ്മവും കാത്തിടാം. ഭക്തിയും സ്നേഹവുമേകിടാം. ത്യാഗപൂർണമീ ജീവിതത്തിൻ്റെ ജാലകം തുറക്കുന്നു നാം. പുണ്യമാം ഓരോ ഗുണവും നൽകിടുന്ന വിദ്യാലയം. വാഴ്ത്തിടാമെന്നും ഈ വിശ്വവിജ്ഞാനമാം വേദിയെ. പട്ടേൽ മെമ്മോറിയൽ അപ്പർ പ്രൈമറി വിദ്യാലയം. പട്ടേൽ മെമ്മോറിയൽ അപ്പർ പ്രൈമറി വിദ്യാലയം. പട്ടേൽ മെമ്മോറിയൽ അപ്പർ പ്രൈമറി വിദ്യാലയം. പട്ടേൽ മെമ്മോറിയൽ അപ്പർ പ്രൈമറി വിദ്യാലയം.
കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു ചടങ്ങിൽ കുറെ പേരുണ്ടാവും. സ്കൂളിലേക്ക് സംബന്ധിച്ച് ഇങ്ങനൊരു ചടങ്ങെന്ന് പറയുന്നത് പാരന്റ്സിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്. കാരണം നമ്മള് മാതാപിതാക്കൾ വന്നേക്കുന്നത് നമ്മുടെ കുട്ടികളുടെ പരിപാടി കാണാനും ആസ്വദിക്കാനൊക്കെയാണ്. അപ്പോൾ ഇവിടെ കുറെ ആൾക്കാർ പ്രസംഗിക്കാനുണ്ടാവുമോ, ഇവരുടെ പ്രസംഗം എപ്പോഴാണ് തീരുക എന്നുള്ള ചിന്തയിലൊക്കെയാണ് പാരന്റ്സുകൾ വരിക. പക്ഷെ ഇന്ന് ദൈവം സഹായിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ. കസേര നാളുണ്ടെന്ന് ചിലതിയായ സന്തോഷം. അതിന് അവസരമൊരുക്കിയ സ്കൂളിന്റെ ബന്ധപ്പെട്ട അധികാരികൾ, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളെ കുറിച്ച് ധാരാളം പ്രതീക്ഷകളുണ്ട്. നിങ്ങളുടെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് അയ്യപ്പനോ ക്രിസ്തുവോ വാവനോ അല്ലാഹുവോ അല്ല, മറിച്ച് നിങ്ങളുടെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് അച്ഛനും അമ്മയുമാണ്. അതിനുശേഷമുള്ള നമ്മുടെ ദൈവങ്ങളാരാ? നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുതുല്യരായിട്ടുള്ള നമ്മുടെ അധ്യാപകരാണ്. ഇവര് പാടുവിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലേ? ഇവര് നമ്മളെ ഇളയവൻ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു വൃദ്ധസദനം നാട്ടിൽ നമ്മുടെയൊക്കെ സ്റ്റാറ്റസിന് പറ്റിയത് ഉണ്ടോ? ചേട്ടൻ പറഞ്ഞു, ആര് പറഞ്ഞു ഇല്ലാന്ന്? ഇപ്പോ കേരളത്തിലെ വൃദ്ധസദനം എന്ന് പറഞ്ഞ ഹൈടെക് മൾട്ടി സ്പെഷ്യാലിറ്റി ലെവലിലുള്ളതാണ്. AC റൂം, 3 നേരം ഫുഡ്, നോൺ വെജ്, വെജിറ്റേറിയൻ, മാത്രമല്ല ആഴ്ചയിൽ പരിചരിക്കാൻ ഡോക്ടർമാർ. അങ്ങനെയുള്ള വൃദ്ധസദനമുണ്ട്. അങ്ങനെ ചേട്ടന്റെ വാക്ക് കേട്ട് 2 മക്കൾ കൂടി അമ്മയെ നാട്ടിലേക്ക് പാക്ക് ചെയ്തു. ഒരു കെട്ട് കാശും കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഒരു വൃദ്ധസദനത്തിൽ ആ അമ്മയെ കൊണ്ടുപോയി ആക്കിയിട്ട് അടുത്ത ഫ്ലൈറ്റിൽ ഈ 2 ആൺമക്കൾ തിരിച്ചു ജർമ്മനിയിലേക്ക് പോയി. ആ അമ്മ ആ വൃദ്ധസദനത്തിൽ കഴിഞ്ഞു, മാസങ്ങളോളം കഴിഞ്ഞു. കുറച്ചു നാളുകൾ ശേഷം അവിടുത്തെ ആയ വന്നിട്ട് ഈ അമ്മയോട് പറഞ്ഞു, ടീച്ചറമ്മേ, അമ്മയെ കാണാൻ ഒരു അതിഥി വന്നിട്ടുണ്ട്. ടീച്ചറമ്മ തെല്ലെന്ന് കഠിനമായ വയറുവേദന നിമിത്തം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രോഗിയോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കിഡ്നിക്കാണ് കംപ്ലൈന്റ്, ഉടൻ തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്ന്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രോഗിയുടെ കിഡ്നി മുറിച്ചെടുത്ത് ഒരു പ്ലേറ്റിൽ മാറ്റിവെച്ചു. ഈ സമയത്താണ് അവിചാരിതമായി ഒരു പട്ടി കടന്നു വന്ന് രോഗിയുടെ കിഡ്നിയും കടിച്ചെടുത്തു കൊണ്ടുപോയത്. പരിഭ്രാന്തരായ ഡോക്ടർമാരും നഴ്സുമാരും ഓടിക്കൂടി പട്ടിയെ തല്ലിക്കൊന്ന് പട്ടിയുടെ കിഡ്നി എടുത്ത് രോഗിക്ക് ഫിറ്റ് ചെയ്തു. ഓപ്പറേഷൻ ഭംഗിയായി കഴിഞ്ഞു. കുറച്ചു നാളുകളായി കിടപ്പു വാണിഭമായി, പീഡനമായി, കൊന്നുകൊലവിളിയായി, മാറി മാറി പലരും ഭരിച്ചിട്ട് നാട് മൊത്തം കോളമായി. ഈ നാട്ടിൽ വന്നിടേണ്ട പല പദ്ധതിയും തമ്മിത്തല്ലു കാരണം മറ്റുള്ള സ്റ്റേറ്റുകാർ കൊണ്ടുപോയി. തൊട്ടതിനൊക്കെ തീവിലയാ, നാളെ എന്തെന്നോർക്കുമ്പോൾ നമ്മുടെ നെഞ്ചിലും തീയാ തമ്പ്ര. ഇങ്ങനെയുള്ള നാട്ടിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ മടുത്തല്ലോ തമ്പ്ര. പാതാളത്തിൽ അങ്ങു പോകുന്നേരം ഞങ്ങളും പോരട്ടെ തമ്പ്ര, ഞങ്ങളും പോരട്ടെ തമ്പ്ര, ഞങ്ങളും പോരട്ടെ തമ്പ്ര. താങ്ക് യു. ഭജേഹം ഭജേഹം ഭജേതമിഹ ശ്രീവിഘ്നരാജം ഭജേ. കനകകേയൂര ഹാരാവണി കലിത ഗംഭീര ഗൗരഗിരി ശോഭം സുശോഭം. കനകകേയൂര ഹാരാവണി കലിത ഗംഭീര ഗൗരഗിരി ശോഭം. നന്മതൻ പൂക്കളം തീർക്കുവാ നമ്മളെല്ലാരും ഒത്തുചേർന്നിടും. കളിയിലൂടെ അറിവു നൽകുന്നതോ മകൾ മേയുമീ കമനീയ